ഇപ്പോഴത്തെ ലോസ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഷെയർ മാർക്കറ്റിൽ ഇൻട്രാഡേ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഏകദേശം ഈ വർഷം 3 ലക്ഷത്തിലേറെ ലോസ് വന്നിട്ടുണ്ട്. സാധാരണ എല്ലാ വർഷവും ITR ഫയൽ ചെയ്യേണ്ട, ഇപ്രാവശ്യം ലോസ് അല്ലേ, ഇൻകം ടാക്സ് ഒന്നും ഫയൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞിരുന്നൊരു വ്യക്തി വന്നിരുന്നു. കാഷ്വൽ ടോക്സിൻ്റെ ഇടയിൽ അവർ പറഞ്ഞതാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇവരെന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ മതി, ലോസ് ആണെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണ്ടല്ലോ എന്നാണ്. പക്ഷേ ഈ ലോസ് ആണെങ്കിൽ കൂടി നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് അറിയോ? ഇപ്രാവശ്യത്തെ ലോസ് അപ് ടു 3 lakh വരെ ഉണ്ടാവുന്നത്. ഈ ലോസ് ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേണിൽ 3 ലക്ഷം ലോസ് ആണെന്ന് പറഞ്ഞ് ഈ വർഷം കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം പിന്നെ 6 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ ആ പ്രോഫിറ്റിൻ്റെ മുകളിൽ നിന്ന് ഈ 3 ലക്ഷം പാടെ നമുക്ക് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് കൊടുത്താൽ മതി. കാരണം ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഇത് പല വ്യക്തികൾക്കും അറിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആർക്കെങ്കിലുമൊക്കെ ലോസ് വന്നിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതിരിക്കുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴത്തെ ലോസ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.